ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ഗൈഡ്. ഇന്ന് നമ്മൾ 10ാം ക്ലാസ് ഹിസ്റ്ററിയിലെ 2ാം അധ്യായമായ ലോകം 20ാം നൂറ്റാണ്ടിൽ എന്ന പാഠഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള PSC ക്വസ്റ്റ്യൻസ് ആണ് കൊടുക്കുന്നത്. ആദ്യം തന്നെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഈ എല്ലാ പോയിന്റുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് ഒന്നുപോലും വിടാതെ പഠിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 1, ഒന്നാം ലോകമഹായുദ്ധം ആരംഭിച്ച വർഷം. ആൻസർ ഓപ്ഷൻ ബി 1914. ഒന്നാം ലോകമഹായുദ്ധം ആരംഭിച്ച വർഷം 1914. ക്വസ്റ്റ്യൻ നമ്പർ 2, ഒന്നാം ലോകമഹായുദ്ധത്തിന് തൊട്ടു മുമ്പ് യൂറോപ്പിനെ 2 സൈനിക സഖ്യങ്ങളായി വിഭജിച്ച സാഹചര്യം അറിയപ്പെടുന്നത്. ഓപ്ഷൻ എ ശീതയുദ്ധം, ഓപ്ഷൻ ബി സായുധ സമാധാനം, ഓപ്ഷൻ സി വ്യവസായ വിപ്ലവം, ഓപ്ഷൻ ഡി സാമ്രാജ്യത്വം. ആൻസർ ഓപ്ഷൻ ബി ആണ്, സായുധ സമാധാനം. ഒന്നാം ലോക മഹായുദ്ധത്തിന് തൊട്ടുമുമ്പ് യൂറോപ്പിനെ 2 സൈനിക സഖ്യങ്ങളായി വിഭജിച്ച സാഹചര്യം അറിയപ്പെടുന്നത് ഓപ്ഷൻ ബി സായുധ സമാധാനം. ക്വസ്റ്റ്യൻ നമ്പർ 3, ട്രിപ്പിൾ അലയൻസ് സഖ്യത്തിൽ ഉൾപ്പെടാത്ത രാജ്യം ഏത്? ഓപ്ഷൻ എ ജർമ്മനി, ഓപ്ഷൻ ബി ഓസ്ട്രിയ ഹംഗറി, ഓപ്ഷൻ സി ഇറ്റലി, ഓപ്ഷൻ ഡി റഷ്യ. ആൻസർ ഓപ്ഷൻ ഡി ആണ്, റഷ്യ. ട്രിപ്പിൾ അലയൻസ് സഖ്യത്തിൽ ഉൾപ്പെടാത്ത രാജ്യം ഏതാണ്? റഷ്യ. ക്വസ്റ്റ്യൻ നമ്പർ 4, ട്രിപ്പിൾ എൻട്രൻറ്റ് സഖ്യത്തിൽ ഉൾപ്പെട്ട രാജ്യം. ഓപ്ഷൻ എ ജർമ്മനി, ഓപ്ഷൻ ബി ഫ്രാൻസ്, ഓപ്ഷൻ സി ഓസ്ട്രിയ, ഓപ്ഷൻ ഡി ഇറ്റലി. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഫ്രാൻസ്. ട്രിപ്പിൾ എൻട്രൻറ്റ് സഖ്യത്തിൽ ഉൾപ്പെട്ട രാജ്യം ഫ്രാൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 5, ഒന്നാം ലോക മഹായുദ്ധത്തിന് കാരണമായ സരയേവോ സംഭവം ഏത്? ഓപ്ഷൻ എ ബെർലിൻ ഉടമ്പടി, ഓപ്ഷൻ ബി ഫ്രാൻസ് ആക്രമണം, ഓപ്ഷൻ സി ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനാൻഡിന്റെ വധം, ഓപ്ഷൻ ഡി റഷ്യൻ വിപ്ലവം. ആൻസർ ഓപ്ഷൻ സി ആണ്, ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനാൻഡിന്റെ വധം. ഒന്നാം ലോക മഹായുദ്ധത്തിന് കാരണമായ സരയേവോ സംഭവം ഏത്? ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനാൻഡിന്റെ വധം. ക്വസ്റ്റ്യൻ നമ്പർ 6, ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ വധിച്ചത് ആര്? ഓപ്ഷൻ എ ലെനിൻ, ഓപ്ഷൻ ബി ഗാവ്രിലോ പ്രിൻസിപ്പ്, ഓപ്ഷൻ സി ഹിറ്റ്ലർ, ഓപ്ഷൻ ഡി മുസോളിനി. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഗാവ്രിലോ പ്രിൻസിപ്പ്. ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ വധിച്ചത് ഗാവ്രിലോ പ്രിൻസിപ്പ്. ക്വസ്റ്റ്യൻ നമ്പർ 7, ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ച വർഷം. ഓപ്ഷൻ എ 1917, ഓപ്ഷൻ ബി 1918, ഓപ്ഷൻ സി 1919, ഓപ്ഷൻ ഡി 1920. ആൻസർ ഓപ്ഷൻ ബി ആണ്, 1918. ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ച വർഷം 1918. ക്വസ്റ്റ്യൻ നമ്പർ 8, ഒന്നാം ലോക മഹായുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി. ഓപ്ഷൻ എ പാരീസ് ഉടമ്പടി, ഓപ്ഷൻ ബി വെഴ്സായ് ഉടമ്പടി, ഓപ്ഷൻ സി ബ്രസ്റ്റ് ലിറ്റോവ്സ്ക് ഉടമ്പടി, ഓപ്ഷൻ ഡി പോട്സ്ഡാം ഉടമ്പടി. ആൻസർ ഓപ്ഷൻ ബി ആണ്, വേഴ്സായ് ഉടമ്പടി. ഒന്നാം ലോക മഹായുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി വേഴ്സായ് ഉടമ്പടി. ക്വസ്റ്റ്യൻ നമ്പർ 9, വേഴ്സായ് ഉടമ്പടി ഒപ്പുവെച്ച വർഷം. ഓപ്ഷൻ എ 1918, ഓപ്ഷൻ ബി 1919, ഓപ്ഷൻ സി 1920, ഓപ്ഷൻ ഡി 1921. ആൻസർ ഓപ്ഷൻ ബി ആണ്, 1919. വേഴ്സായ് ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1919. ക്വസ്റ്റ്യൻ നമ്പർ 10, ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപം കൊണ്ട അന്താരാഷ്ട്ര സംഘടന. ഓപ്ഷൻ എ ഐക്യരാഷ്ട്രസഭ, ഓപ്ഷൻ ബി നാറ്റോ, ഓപ്ഷൻ സി രാഷ്ട്രസഭ, ഓപ്ഷൻ ഡി യൂറോപ്യൻ യൂണിയൻ. ആൻസർ ഓപ്ഷൻ സി ആണ്, രാഷ്ട്രസഭ. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപം കൊണ്ട അന്താരാഷ്ട്ര സംഘടന രാഷ്ട്രസഭ. ക്വസ്റ്റ്യൻ നമ്പർ 11, രാഷ്ട്രസഭയുടെ ആസ്ഥാനം എവിടെയായിരുന്നു? ഓപ്ഷൻ എ പാരീസ്, ഓപ്ഷൻ ബി ജനീവ, ഓപ്ഷൻ സി ലണ്ടൻ, ഓപ്ഷൻ ഡി ന്യൂയോർക്ക്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ജനീവ. രാഷ്ട്രസഭയുടെ ആസ്ഥാനം ജനീവ. ക്വസ്റ്റ്യൻ നമ്പർ 12, രാഷ്ട്രസഭ രൂപവൽക്കരിക്കാൻ മുൻകൈ എടുത്ത അമേരിക്കൻ പ്രസിഡന്റ്. ഓപ്ഷൻ എ റൂസ്വെൽറ്റ്, ഓപ്ഷൻ ബി വുഡ്രോ വിൽസൺ, ഓപ്ഷൻ സി ട്രൂമാൻ, ഓപ്ഷൻ ഡി ഐസൻഹോവർ. ആൻസർ ഓപ്ഷൻ ബി ആണ്, വുഡ്രോ വിൽസൺ. രാഷ്ട്രസഭ രൂപവൽക്കരിക്കാൻ മുൻകൈയെടുത്ത അമേരിക്കൻ പ്രസിഡന്റാണ് വുഡ്രോ വിൽസൺ. ക്വസ്റ്റ്യൻ നമ്പർ 13, രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ച വർഷം. ഓപ്ഷൻ എ 1937, ഓപ്ഷൻ ബി 1938, ഓപ്ഷൻ സി 1939,
ഓപ്ഷൻ ഡി 1940. ആൻസർ ഓപ്ഷൻ സി ആണ് 1939. രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ച വർഷം 1939. ക്വസ്റ്റ്യൻ നമ്പർ 14. രണ്ടാം ലോക മഹായുദ്ധത്തിന് തുടക്കമായ സംഭവം. ഓപ്ഷൻ എ ജർമ്മനി പോളണ്ട് ആക്രമിച്ചത്. ഓപ്ഷൻ ബി ജപ്പാൻ പേൾ ഹാർബർ ആക്രമണം. ഓപ്ഷൻ സി റഷ്യൻ വിപ്ലവം. ഓപ്ഷൻ ഡി വേഴ്സായ് ഉടമ്പടി. ആൻസർ ഓപ്ഷൻ എ ആണ് ജർമ്മനി പോളണ്ട് ആക്രമിച്ചത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് തുടക്കമായ സംഭവം ജർമ്മനി പോളണ്ട് ആക്രമിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 15. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ച വർഷം. ഓപ്ഷൻ എ 1944. ഓപ്ഷൻ ബി 1945. ഓപ്ഷൻ സി 1946. ഓപ്ഷൻ ഡി 1947. ആൻസർ ഓപ്ഷൻ ബി ആണ് 1945. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ച വർഷം ഓപ്ഷൻ ബി ആണ് 1945. ക്വസ്റ്റ്യൻ നമ്പർ 16. ഹിരോഷിമയിൽ അണുബോംബ് പതിച്ച തീയതി. ഓപ്ഷൻ എ 1945 ഓഗസ്റ്റ് 6. ഓപ്ഷൻ ബി 1945 ഓഗസ്റ്റ് 9. ഓപ്ഷൻ സി 1945 സെപ്റ്റംബർ 2. ഓപ്ഷൻ ഡി 1944 ഓഗസ്റ്റ് 6. ആൻസർ ഓപ്ഷൻ എ ആണ് 1945 ആഗസ്റ്റ് 6. ഹിരോഷിമയിൽ അണുബോംബ് പതിച്ച തീയതി 1945 ഓഗസ്റ്റ് 6. ക്വസ്റ്റ്യൻ നമ്പർ 17. നാഗസാക്കിയിൽ അണുബോംബ് പതിച്ച തീയതി. ഓപ്ഷൻ എ ഓഗസ്റ്റ് 6. ഓപ്ഷൻ ബി ഓഗസ്റ്റ് 7. ഓപ്ഷൻ സി ഓഗസ്റ്റ് 9. ഓപ്ഷൻ ഡി ഓഗസ്റ്റ് 15. ആൻസർ ഓപ്ഷൻ സി ആണ് ആഗസ്റ്റ് 9. നാഗസാക്കിയിൽ അണുബോംബ് പതിച്ച തീയതി ഓഗസ്റ്റ് 9. ക്വസ്റ്റ്യൻ നമ്പർ 18. ഹിരോഷിമയിൽ പതിച്ച അണുബോംബിന്റെ പേര്. ഓപ്ഷൻ എ ഫാറ്റ്മാൻ. ഓപ്ഷൻ ബി ലിറ്റിൽ ബോയ്. ഓപ്ഷൻ സി ബിഗ് ബോയ്. ഓപ്ഷൻ ഡി തണ്ടർ. ആൻസർ ഓപ്ഷൻ ബി ആണ് ലിറ്റിൽ ബോയ്. ഹിരോഷിമയിൽ പതിച്ച അണുബോംബിന്റെ പേരാണ് ലിറ്റിൽ ബോയ്. ക്വസ്റ്റ്യൻ നമ്പർ 19. നാഗസാക്കിയിൽ പതിച്ച അണുബോംബിന്റെ പേര്. ഓപ്ഷൻ എ ലിറ്റിൽ ബോയ്. ഓപ്ഷൻ ബി ഫാറ്റ്മാൻ. ഓപ്ഷൻ സി തിൻമാൻ. ഓപ്ഷൻ ഡി ആറ്റം ബോയ്. ആൻസർ ഓപ്ഷൻ ബി ആണ് ഫാറ്റ്മാൻ. നാഗസാക്കിയിൽ പതിച്ച അണുബോംബിന്റെ പേര് ഫാറ്റ്മാൻ. ക്വസ്റ്റ്യൻ നമ്പർ 20. ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്ന വർഷം. ഓപ്ഷൻ എ 1944. ഓപ്ഷൻ ബി 1945. ഓപ്ഷൻ സി 1946. ഓപ്ഷൻ ഡി 1947. ആൻസർ ഓപ്ഷൻ ബി ആണ് 1945. ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്ന വർഷം 1945. ക്വസ്റ്റ്യൻ നമ്പർ 21. ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം. ഓപ്ഷൻ എ ജനീവ. ഓപ്ഷൻ ബി ന്യൂയോർക്ക്. ഓപ്ഷൻ സി പാരീസ്. ഓപ്ഷൻ ഡി ലണ്ടൻ. ആൻസർ ഓപ്ഷൻ ബി ആണ് ന്യൂയോർക്ക്. ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം ന്യൂയോർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 22. ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടർ ഒപ്പുവെച്ച നഗരം. ഓപ്ഷൻ എ ജനീവ. ഓപ്ഷൻ ബി സാൻ ഫ്രാൻസിസ്കോ. ഓപ്ഷൻ സി മോസ്കോ. ഓപ്ഷൻ ഡി റോം. ആൻസർ ഓപ്ഷൻ ബി ആണ് സാൻ ഫ്രാൻസിസ്കോ. ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടർ ഒപ്പുവെച്ച നഗരം സാൻ ഫ്രാൻസിസ്കോ. ക്വസ്റ്റ്യൻ നമ്പർ 23. ഐക്യരാഷ്ട്രസഭ ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ച തീയതി. ഓപ്ഷൻ എ 1945 ഒക്ടോബർ 24. ഓപ്ഷൻ ബി 1945 ഓഗസ്റ്റ് 15. ഓപ്ഷൻ സി 1946 ജനുവരി 1. ഓപ്ഷൻ ഡി 1947 ജനുവരി 1. ആൻസർ ഓപ്ഷൻ എ ആണ് 1945 ഒക്ടോബർ 24. ഐക്യരാഷ്ട്രസഭ ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ച തീയതി 1945 ഒക്ടോബർ 24. ക്വസ്റ്റ്യൻ നമ്പർ 24. ഐക്യരാഷ്ട്രസഭയുടെ പ്രധാന ലക്ഷ്യം. ഓപ്ഷൻ എ വ്യാപാരം വർദ്ധിപ്പിക്കുക. ഓപ്ഷൻ ബി ലോകസമാധാനവും സുരക്ഷയും ഉറപ്പാക്കുക. ഓപ്ഷൻ സി കോളനി വാഴ്ച വ്യാപിപ്പിക്കുക. ഓപ്ഷൻ ഡി ആയുധ നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുക. ആൻസർ ഓപ്ഷൻ ബി ആണ് ലോകസമാധാനവും സുരക്ഷയും ഉറപ്പാക്കുക. ഐക്യരാഷ്ട്രസഭയുടെ പ്രധാന ലക്ഷ്യം ലോകസമാധാനവും സുരക്ഷയും ഉറപ്പാക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 25. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപം കൊണ്ട സംഘടന ഏത്? ഓപ്ഷൻ എ രാഷ്ട്രസഭ. ഓപ്ഷൻ ബി ഐക്യരാഷ്ട്രസഭ. ഓപ്ഷൻ സി ട്രിപ്പിൾ എൻട്രന്റ്. ഓപ്ഷൻ ഡി ട്രിപ്പിൾ അലയൻസ്. ആൻസർ ഓപ്ഷൻ ബി ആണ് ഐക്യരാഷ്ട്രസഭ. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപം കൊണ്ട സംഘടനയാണ് ഐക്യരാഷ്ട്രസഭ. ക്വസ്റ്റ്യൻ നമ്പർ 26. ഒന്നാം ലോക മഹായുദ്ധത്തിന് തൊട്ടു മുമ്പ് യൂറോപ്പിൽ നിലവിലുണ്ടായിരുന്ന രണ്ട് പ്രധാന സൈനിക സഖ്യങ്ങൾ ഏവ? നാറ്റോയും വാഴ്സായും. ഓപ്ഷൻ ബി ട്രിപ്പിൾ അലയൻസും ട്രിപ്പിൾ എൻറ്റൻറ്റും. ഓപ്ഷൻ സി ആക്സിസും അലയൻസും.
ഓപ്ഷൻ ഡി ലീഗും UNOയും. ആൻസർ ഓപ്ഷൻ ബി ആണ് ട്രിപ്പിൾ അലയൻസും ട്രിപ്പിൾ എൻറ്റൻറ്റും. ഒന്നാം ലോക മഹായുദ്ധത്തിന് തൊട്ടു മുമ്പ് യൂറോപ്പിൽ നിലവിലുണ്ടായിരുന്ന രണ്ട് പ്രധാന സൈനിക സഖ്യങ്ങളാണ് ട്രിപ്പിൾ അലയൻസും ട്രിപ്പിൾ എൻറ്റൻറ്റും. ക്വസ്റ്റ്യൻ നമ്പർ 27. ഒന്നാം ലോക മഹായുദ്ധത്തിന് തുടക്കമിട്ട സംഭവം ഏത്? ഓപ്ഷൻ എ റഷ്യൻ വിപ്ലവം, ഓപ്ഷൻ ബി സരയേവോയിൽ ഓസ്ട്രിയൻ കിരീടാവകാശി വധിക്കപ്പെട്ടത്, ഓപ്ഷൻ സി വേഴ്സായി ഉടമ്പടി, ഓപ്ഷൻ ഡി പോളണ്ട് ആക്രമണം. ഒന്നാം ലോക മഹായുദ്ധത്തിന് തുടക്കമിട്ട സംഭവം ഓപ്ഷൻ ബി ആണ് സരയേവോയിൽ ഓസ്ട്രിയൻ കിരീടാവകാശി വധിക്കപ്പെട്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 28. ഓസ്ട്രിയൻ കിരീടാവകാശിയായിരുന്ന വ്യക്തി ആരാണ്? ഓപ്ഷൻ എ കൈസർ വില്യം രണ്ടാമൻ, ഓപ്ഷൻ ബി ഫ്രാൻസ് ഫെർഡിനാൻഡ്, ഓപ്ഷൻ സി നിക്കോളാസ് രണ്ടാമൻ, ഓപ്ഷൻ ഡി മുസോളിനി. ആൻസർ ഓപ്ഷൻ ബി ആണ് ഫ്രാൻസ് ഫെർഡിനാൻഡ്. ഓസ്ട്രിയൻ കിരീടാവകാശിയായിരുന്ന വ്യക്തിയാണ് ഫ്രാൻസ് ഫെർഡിനാൻഡ്. ക്വസ്റ്റ്യൻ നമ്പർ 29. ഫ്രാൻസ് ഫെർഡിനാൻഡിനെ വധിച്ച സ്ഥലം ഏത്? ഓപ്ഷൻ എ ബെർലിൻ, ഓപ്ഷൻ ബി സരയേവോ, ഓപ്ഷൻ സി പാരീസ്, ഓപ്ഷൻ ഡി മോസ്കോ. ആൻസർ ഓപ്ഷൻ ബി ആണ് സരയേവോ. ഫ്രാൻസ് ഫെർഡിനാൻഡിനെ വധിച്ച സ്ഥലം സരയേവോ. ക്വസ്റ്റ്യൻ നമ്പർ 30. ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ച വർഷം ഏത്? ഓപ്ഷൻ എ 1912, ഓപ്ഷൻ ബി 1914, ഓപ്ഷൻ സി 1916, ഓപ്ഷൻ ഡി 1918. ആൻസർ ഓപ്ഷൻ ബി ആണ് 1914. ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ച വർഷം 1914. ക്വസ്റ്റ്യൻ നമ്പർ 31. ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ച വർഷം ഏത്? ഓപ്ഷൻ എ 1917, ഓപ്ഷൻ ബി 1918, ഓപ്ഷൻ സി 1919, ഓപ്ഷൻ ഡി 1920. ആൻസർ ഓപ്ഷൻ ബി ആണ് 1918. ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ച വർഷം 1918. ക്വസ്റ്റ്യൻ നമ്പർ 32. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ജർമ്മനിയുമായി ഒപ്പുവെച്ച ഉടമ്പടി ഏത്? ഓപ്ഷൻ എ ടോർട്ടഡില്ലാസ്, ഓപ്ഷൻ ബി വേഴ്സായ്, ഓപ്ഷൻ സി യാൾട്ട, ഓപ്ഷൻ ഡി പോട്സ്ഡാം. ആൻസർ ഓപ്ഷൻ ബി ആണ് വേഴ്സായ്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ജർമ്മനിയുമായി ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേഴ്സായ് ഉടമ്പടി. ക്വസ്റ്റ്യൻ നമ്പർ 33. വേഴ്സായ് ഉടമ്പടി ഒപ്പുവെച്ച വർഷം ഏത്? ഓപ്ഷൻ എ 1918, ഓപ്ഷൻ ബി 1919, ഓപ്ഷൻ സി 1920, ഓപ്ഷൻ ഡി 1921. ആൻസർ ഓപ്ഷൻ ബി ആണ് 1919. വേഴ്സായ് ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1919. ക്വസ്റ്റ്യൻ നമ്പർ 34. ലോക സമാധാനം നിലനിർത്താൻ രൂപീകരിച്ച സംഘടന ഏത്? ഓപ്ഷൻ എ UNO, ഓപ്ഷൻ ബി ലീഗ് ഓഫ് നേഷൻസ്, ഓപ്ഷൻ സി നാറ്റോ, ഓപ്ഷൻ ഡി EU, അതായത് യൂറോപ്പ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ലീഗ് ഓഫ് നേഷൻസ്. ലോക സമാധാനം നിലനിർത്താൻ രൂപീകരിച്ച സംഘടനയാണ് ലീഗ് ഓഫ് നേഷൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 35. ലീഗ് ഓഫ് നേഷൻസ് നിലവിൽ വന്ന വർഷം ഏത്? ഓപ്ഷൻ എ 1918, ഓപ്ഷൻ ബി 1920, ഓപ്ഷൻ സി 1925, ഓപ്ഷൻ ഡി 1945. ആൻസർ ഓപ്ഷൻ ബി ആണ് 1920. ലീഗ് ഓഫ് നേഷൻസ് നിലവിൽ വന്ന വർഷം 1920. ക്വസ്റ്റ്യൻ നമ്പർ 36. ലീഗ് ഓഫ് നേഷൻസ് ആസ്ഥാനം എവിടെയായിരുന്നു? ഓപ്ഷൻ എ ന്യൂയോർക്ക്, ഓപ്ഷൻ ബി ജനീവ, ഓപ്ഷൻ സി ലണ്ടൻ, ഓപ്ഷൻ സി പാരീസ്. ആൻസർ ഓപ്ഷൻ ബി ആണ് ജനീവ. ലീഗ് ഓഫ് നേഷൻസ് ആസ്ഥാനം ജനീവ. ക്വസ്റ്റ്യൻ നമ്പർ 37. ലീഗ് ഓഫ് നേഷൻസ് പരാജയപ്പെടാൻ പ്രധാന കാരണം ഏത്? ഓപ്ഷൻ എ അമേരിക്ക അംഗമായില്ല, ഓപ്ഷൻ ബി ഇന്ത്യ അംഗമായി, ഓപ്ഷൻ സി ആസ്ഥാനം മാറ്റി, ഓപ്ഷൻ ഡി ധനക്ഷാമം. ആൻസർ ഓപ്ഷൻ എ ആണ് അമേരിക്ക അംഗമായില്ല. ലീഗ് ഓഫ് നേഷൻസ് പരാജയപ്പെടാൻ പ്രധാന കാരണം അമേരിക്ക അംഗമാവാത്തതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 38. രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ച വർഷം ഏത്? ഓപ്ഷൻ എ 1938, ഓപ്ഷൻ ബി 1939, ഓപ്ഷൻ സി 1940, ഓപ്ഷൻ ഡി 1941. ആൻസർ ഓപ്ഷൻ ബി ആണ് 1939. രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ച വർഷം 1939. ക്വസ്റ്റ്യൻ നമ്പർ 39. രണ്ടാം ലോക മഹായുദ്ധത്തിന് തുടക്കമായ സംഭവം ഏത്? ഓപ്ഷൻ എ ജർമ്മനി പോളണ്ട് ആക്രമിച്ചത്, ഓപ്ഷൻ ബി ഹിരോഷിമ ആക്രമണം, ഓപ്ഷൻ സി വേഴ്സായ് ഉടമ്പടി, ഓപ്ഷൻ ഡി റഷ്യൻ വിപ്ലവം. ആൻസർ ഓപ്ഷൻ എ ആണ് ജർമ്മനി പോളണ്ട് ആക്രമിച്ചത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് തുടക്കമായ സംഭവമാണ് ജർമ്മനി പോളണ്ട് ആക്രമിച്ചത്.
ക്വസ്റ്റ്യൻ നമ്പർ 40. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ച വർഷം ഏത്? ഓപ്ഷൻ എ 1944, ഓപ്ഷൻ ബി 1945, ഓപ്ഷൻ സി 1946, ഓപ്ഷൻ ഡി 1947. ആൻസർ ഓപ്ഷൻ ബി ആണ് 1945. ക്വസ്റ്റ്യൻ നമ്പർ 41. ആക്സിസ് ശക്തികളിൽ ഉൾപ്പെടാത്ത രാജ്യം ഏത്? ഓപ്ഷൻ എ ജർമ്മനി, ഓപ്ഷൻ ബി ഇറ്റലി, ഓപ്ഷൻ സി ജപ്പാൻ, ഓപ്ഷൻ ഡി ബ്രിട്ടൻ. ആൻസർ ഓപ്ഷൻ ഡി ആണ് ബ്രിട്ടൻ. ക്വസ്റ്റ്യൻ നമ്പർ 42. സഖ്യശക്തികളിൽ ഉൾപ്പെടാത്ത രാജ്യം ഏത്? ഓപ്ഷൻ എ ബ്രിട്ടൻ, ഓപ്ഷൻ ബി ഫ്രാൻസ്, ഓപ്ഷൻ സി അമേരിക്ക, ഓപ്ഷൻ ഡി ജർമ്മനി. ആൻസർ ഓപ്ഷൻ ഡി ആണ് ജർമ്മനി. ക്വസ്റ്റ്യൻ നമ്പർ 43. ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച വർഷം ഏത്? ഓപ്ഷൻ എ റഷ്യ, ഓപ്ഷൻ ബി അമേരിക്ക, ഓപ്ഷൻ സി ബ്രിട്ടൻ, ഓപ്ഷൻ ഡി ജർമ്മനി. ആൻസർ ഓപ്ഷൻ ബി ആണ് അമേരിക്ക. ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച രാജ്യമാണ് അമേരിക്ക. ക്വസ്റ്റ്യൻ നമ്പർ 44. ഹിരോഷിമയിൽ ആണവബോംബ് വർഷിച്ച തീയതി ഏത്? ഓപ്ഷൻ എ ഓഗസ്റ്റ് 6, 1945, ഓപ്ഷൻ ബി ഓഗസ്റ്റ് 9, 1945, ഓപ്ഷൻ സി ഓഗസ്റ്റ് 15, 1945, ഓപ്ഷൻ ഡി സെപ്റ്റംബർ 2, 1945. ആൻസർ ഓപ്ഷൻ എ ആണ് ഓഗസ്റ്റ് 6, 1945. ഹിരോഷിമയിൽ ആണവബോംബ് വർഷിച്ച തീയതി ഓഗസ്റ്റ് 6, 1945. ക്വസ്റ്റ്യൻ നമ്പർ 45. നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച തീയതി ഏത്? ഓപ്ഷൻ എ 6 ഓഗസ്റ്റ് 1945, ഓപ്ഷൻ ബി ഓഗസ്റ്റ് 9, 1945, ഓപ്ഷൻ സി ഓഗസ്റ്റ് 15, 1945, ഓപ്ഷൻ ഡി ആണ് സെപ്റ്റംബർ 1945. ആൻസർ ഓപ്ഷൻ ബി ആണ് ഓഗസ്റ്റ് 9, 1945. നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച തീയതി 1945 ഓഗസ്റ്റ് 9. ക്വസ്റ്റ്യൻ നമ്പർ 46. ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്ന വർഷം ഏത്? ഓപ്ഷൻ എ 1944, ഓപ്ഷൻ ബി 1945, ഓപ്ഷൻ സി 1946, ഓപ്ഷൻ ഡി 1947. ആൻസർ ഓപ്ഷൻ ബി ആണ് 1945. ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്ന വർഷം 1945. ക്വസ്റ്റ്യൻ നമ്പർ 47. ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം, ന്യൂയോർക്ക്. ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം ന്യൂയോർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 48. ഐക്യരാഷ്ട്രസഭ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഓപ്ഷൻ എ ഒക്ടോബർ 24, ഓപ്ഷൻ ബി ജൂൺ 5, ഓപ്ഷൻ സി സെപ്റ്റംബർ 21, ഓപ്ഷൻ ഡി ഡിസംബർ 10. ആൻസർ ഓപ്ഷൻ എ ആണ് ഒക്ടോബർ 24. ഐക്യരാഷ്ട്രസഭ ദിനമായി ആചരിക്കുന്ന ദിവസം ഒക്ടോബർ 24. ക്വസ്റ്റ്യൻ നമ്പർ 49. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയിലെ സ്ഥിരാംഗങ്ങളുടെ എണ്ണം എത്ര? ഓപ്ഷൻ എ 4, ഓപ്ഷൻ ബി 5, ഓപ്ഷൻ സി 6, ഓപ്ഷൻ ഡി 10. ആൻസർ ഓപ്ഷൻ ബി ആണ് 5. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയിലെ സ്ഥിരാംഗങ്ങളുടെ എണ്ണം എത്ര? ഓപ്ഷൻ ബി 5. ക്വസ്റ്റ്യൻ നമ്പർ 50. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോക സമാധാനം നിലനിർത്തുന്നതിനായി രൂപീകരിച്ച സംഘടന ഏത്? ഓപ്ഷൻ എ ലീഗ് ഓഫ് നേഷൻസ്, ഓപ്ഷൻ ബി ഐക്യരാഷ്ട്രസഭ അഥവാ UNO, ഓപ്ഷൻ സി നാറ്റോ, ഓപ്ഷൻ ഡി സാർക്ക്. ആൻസർ ഓപ്ഷൻ ബി ആണ് ഐക്യരാഷ്ട്രസഭ. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോക സമാധാനം നിലനിർത്തുന്നതിനായി രൂപീകരിച്ച സംഘടനയാണ് ഐക്യരാഷ്ട്രസഭ. ക്വസ്റ്റ്യൻ നമ്പർ 51. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ എ നെവിൻ ചേംബർലിൻ, ഓപ്ഷൻ ബി വിൻസ്റ്റൺ ചർച്ചിൽ, ഓപ്ഷൻ സി ക്ലെമന്റ് ആറ്റ്ലി, ഓപ്ഷൻ ഡി ഡേവിഡ് ലോയ്ഡ് ജോർജ്. ആൻസർ ഓപ്ഷൻ ബി ആണ് വിൻസ്റ്റൺ ചർച്ചിൽ. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടന്റെ പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ. ക്വസ്റ്റ്യൻ നമ്പർ 52. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്നത് ആരാണ്? ഓപ്ഷൻ എ ഹാരി എസ് ട്രൂമാൻ, ഓപ്ഷൻ ബി ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്, ഓപ്ഷൻ സി ഡ്വൈറ്റ് ഐസൻഹവർ, ഓപ്ഷൻ ഡി ജോൺ എഫ് കെന്നഡി. ആൻസർ ഓപ്ഷൻ ബി ആണ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്നത് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 53. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നത് ആരാണ്? ഓപ്ഷൻ എ ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്, ഓപ്ഷൻ ബി ഹാരി എസ് ട്രൂമാൻ, ഓപ്ഷൻ സി റിച്ചാർഡ് നിക്സൺ, ഓപ്ഷൻ ഡി ഹെർബർട്ട് ഹൂവർ.
ആൻസർ ഓപ്ഷൻ ബി ആണ് ഹാരി എസ് ട്രൂമാൻ. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിൽ അമേരിക്കൻ പ്രസിഡന്റായിരുന്നത് ഹാരി എസ് ട്രൂമാൻ. ക്വസ്റ്റ്യൻ നമ്പർ 54. ജർമ്മനിയിലെ നാസി പാർട്ടിയുടെ നേതാവ് ആരായിരുന്നു? ഓപ്ഷൻ എ ബെനിറ്റോ മുസോളിനി, ഓപ്ഷൻ ബി അഡോൾഫ് ഹിറ്റ്ലർ, ഓപ്ഷൻ സി ജോസഫ് സ്റ്റാലിൻ, ഓപ്ഷൻ ഡി ഫ്രാൻസിസ്കോ ഫ്രാങ്കോ. ആൻസർ ഓപ്ഷൻ ബി ആണ് അഡോൾഫ് ഹിറ്റ്ലർ. ജർമ്മനിയിലെ നാസി പാർട്ടിയുടെ നേതാവ് അഡോൾഫ് ഹിറ്റ്ലർ ആയിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 55. ഇറ്റലിയിലെ ഫാസിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാവ് ആരായിരുന്നു? ഓപ്ഷൻ എ അഡോൾഫ് ഹിറ്റ്ലർ, ഓപ്ഷൻ ബി ബെനിറ്റോ മുസോളിനി, ഓപ്ഷൻ സി ജോസഫ് സ്റ്റാലിൻ, ഓപ്ഷൻ ഡി മാവോ സേതുങ്. ആൻസർ ഓപ്ഷൻ ബി ആണ് ബെനിറ്റോ മുസോളിനി. ഇറ്റലിയിലെ ഫാസിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാവ് ബെനിറ്റോ മുസോളിനി. ക്വസ്റ്റ്യൻ നമ്പർ 56. ജപ്പാനിൽ ഹിരോഷിമയിൽ വർഷിച്ച ആണവ ബോംബിന്റെ പേര് എന്താണ്? ഓപ്ഷൻ എ ഫാറ്റ്മാൻ, ഓപ്ഷൻ ബി ലിറ്റിൽ ബോയ്, ഓപ്ഷൻ സി ട്രിനിറ്റി, ഓപ്ഷൻ ഡി ഗാഡ്ജറ്റ്. ആൻസർ ഓപ്ഷൻ ബി ആണ് ലിറ്റിൽ ബോയ്. ജപ്പാനിൽ ഹിരോഷിമയിൽ വർഷിച്ച ആണവ ബോംബിന്റെ പേരാണ് ലിറ്റിൽ ബോയ്. 57. നാഗസാക്കിയിലേക്ക് വർഷിച്ച ആണവ ബോംബിന്റെ പേര് എന്താണ്? ഓപ്ഷൻ ബി ഫാറ്റ്മാൻ. ക്വസ്റ്റ്യൻ നമ്പർ 58. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപം കൊണ്ട ലോകക്രമത്തെ പ്രധാനമായും സ്വാധീനിച്ച രണ്ട് മഹാശക്തികൾ ഏവ? ഓപ്ഷൻ എ ബ്രിട്ടൻ ഫ്രാൻസ്, ഓപ്ഷൻ ബി അമേരിക്ക സോവിയറ്റ് യൂണിയൻ, ഓപ്ഷൻ സി ജപ്പാൻ ചൈന, ഓപ്ഷൻ ഡി ജർമ്മനി ഇറ്റലി. ആൻസർ ഓപ്ഷൻ ബി ആണ് അമേരിക്ക സോവിയറ്റ് യൂണിയൻ. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപം കൊണ്ട ലോകക്രമത്തെ പ്രധാനമായും സ്വാധീനിച്ച രണ്ട് മഹാശക്തികളാണ് അമേരിക്ക സോവിയറ്റ് യൂണിയൻ. ക്വസ്റ്റ്യൻ നമ്പർ 59. അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ആശയപരവും രാഷ്ട്രീയപരവുമായ മത്സരം അറിയപ്പെടുന്നത് എന്താണ്? ഓപ്ഷൻ എ ചൂടുപോർ, ഓപ്ഷൻ ബി ശീതയുദ്ധം, ഓപ്ഷൻ സി 100 വർഷ യുദ്ധം, ഓപ്ഷൻ ഡി ക്രിമിയൻ യുദ്ധം. ആൻസർ ഓപ്ഷൻ ബി ആണ് ശീതയുദ്ധം. അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ആശയപരവും രാഷ്ട്രീയപരവുമായ മത്സരം അറിയപ്പെടുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ശീതയുദ്ധം. ക്വസ്റ്റ്യൻ നമ്പർ 60. ശീതയുദ്ധത്തിന്റെ പ്രധാന സവിശേഷത ഏത്? ഓപ്ഷൻ എ നേരിട്ടുള്ള ലോകയുദ്ധം, ഓപ്ഷൻ ബി ആശയപരവും ആയുധമത്സരവുമായ ഏറ്റുമുട്ടൽ, ഓപ്ഷൻ സി കോളനി വിപുലീകരണം മാത്രം, ഓപ്ഷൻ ഡി മതയുദ്ധം. ആൻസർ ഓപ്ഷൻ ബി ആണ് ആശയപരവും ആയുധമത്സരപരവുമായ ഏറ്റുമുട്ടൽ. ശീതയുദ്ധത്തിന്റെ പ്രധാന സവിശേഷതയാണ് ആശയപരവും ആയുധമത്സരപരവുമായ ഏറ്റുമുട്ടൽ. ക്വസ്റ്റ്യൻ നമ്പർ 61. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജർമ്മനി വിഭജിക്കപ്പെട്ടത് എത്ര വിഭാഗങ്ങളായാണ്? ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 4, ഓപ്ഷൻ ഡി 5. ആൻസർ ഓപ്ഷൻ സി ആണ് 4. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജർമ്മനി വിഭജിക്കപ്പെട്ടത് 4 ആയിട്ടാണ്. ക്വസ്റ്റ്യൻ നമ്പർ 62. ബെർലിൻ മതിൽ നിർമ്മിക്കപ്പെട്ട വർഷം ഏത്? ഓപ്ഷൻ എ 1949, ഓപ്ഷൻ ബി 1955, ഓപ്ഷൻ സി 1961, ഓപ്ഷൻ ഡി 1989. ആൻസർ ഓപ്ഷൻ സി ആണ് 1961. ബെർലിൻ മതിൽ നിർമ്മിക്കപ്പെട്ട വർഷം 1961. ക്വസ്റ്റ്യൻ നമ്പർ 63. ബെർലിൻ മതിൽ തകർന്ന വർഷം ഏത്? ഓപ്ഷൻ എ 1985, ഓപ്ഷൻ ബി 1987, ഓപ്ഷൻ സി 1989, ഓപ്ഷൻ ഡി 1991. ആൻസർ ഓപ്ഷൻ സി ആണ് 1989. ബെർലിൻ മതിൽ തകർന്ന വർഷം 1989. ക്വസ്റ്റ്യൻ നമ്പർ 64. സോവിയറ്റ് യൂണിയൻ പിരിഞ്ഞ വർഷം ഏത്? ഓപ്ഷൻ എ 1989, ഓപ്ഷൻ ബി 1990, ഓപ്ഷൻ സി 1991, ഓപ്ഷൻ ഡി 1992. ആൻസർ ഓപ്ഷൻ സി ആണ് 1991. സോവിയറ്റ് യൂണിയൻ പിരിഞ്ഞ വർഷം 1991 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 65. ശീതയുദ്ധകാലത്ത് അമേരിക്ക നേതൃത്വം നൽകിയ സൈനിക സഖ്യം ഏത്? ഓപ്ഷൻ എ സീറ്റോ, ഓപ്ഷൻ ബി നാറ്റോ, ഓപ്ഷൻ സി സെൻറ്റോ, ഓപ്ഷൻ ഡി വാഴ്സോ പാക്ട്. ആൻസർ ഓപ്ഷൻ ബി ആണ് നാറ്റോ. ശീതയുദ്ധകാലത്ത് അമേരിക്ക നേതൃത്വം നൽകിയ സൈനിക സഖ്യമാണ് നാറ്റോ. ക്വസ്റ്റ്യൻ നമ്പർ 66. ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയൻ നേതൃത്വം നൽകിയ സൈനിക സഖ്യം ഏത്? ഓപ്ഷൻ എ നാറ്റോ, ഓപ്ഷൻ ബി വാഴ്സോ പാക്ട്, ഓപ്ഷൻ സി സാർക്ക്, ഓപ്ഷൻ ഡി ആസിയാൻ. ആൻസർ ഓപ്ഷൻ ബി ആണ് വാഴ്സോ പാക്ട്. ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയൻ നേതൃത്വം നൽകിയ സൈനിക സഖ്യമാണ് വാഴ്സോ പാക്ട്.
ക്വസ്റ്റ്യൻ നമ്പർ 67. കോളനി വാഴ്ചയിൽ നിന്ന് ഏഷ്യ ആഫ്രിക്കൻ രാജ്യങ്ങൾ സ്വാതന്ത്ര്യം നേടുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് എന്താണ്? ഓപ്ഷൻ എ വ്യവസായവൽക്കരണം, ഓപ്ഷൻ ബി അധിനിവേശവൽക്കരണം, ഓപ്ഷൻ സി കോളനി വിമോചനം, ഓപ്ഷൻ ഡി ആഗോളവൽക്കരണം. ആൻസർ ഓപ്ഷൻ സി ആണ്, കോളനി വിമോചനം. ക്വസ്റ്റ്യൻ നമ്പർ 68. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വർഷം ഏത്? ഓപ്ഷൻ എ 1945, ഓപ്ഷൻ ബി 1946, ഓപ്ഷൻ സി 1947, ഓപ്ഷൻ ഡി 1950. ആൻസർ ഓപ്ഷൻ സി ആണ്, 1947. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വർഷം 1947. ക്വസ്റ്റ്യൻ നമ്പർ 69. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയിലെ വീറ്റോ അധികാരമുള്ള സ്ഥിരാംഗങ്ങളുടെ എണ്ണം എത്ര? ഓപ്ഷൻ എ 4, ഓപ്ഷൻ ബി 5, ഓപ്ഷൻ സി 6, ഓപ്ഷൻ ഡി 10. ആൻസർ ഓപ്ഷൻ ബി ആണ്, 5. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയിലെ വീറ്റോ അധികാരമുള്ള സ്ഥിരാംഗങ്ങളുടെ എണ്ണം 5. ക്വസ്റ്റ്യൻ നമ്പർ 70. ഐക്യരാഷ്ട്രസഭയുടെ ആദ്യ സെക്രട്ടറി ജനറൽ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ്, ട്രുഗ്വേലി. ഐക്യരാഷ്ട്രസഭയുടെ ആദ്യ സെക്രട്ടറി ജനറൽ ട്രുഗ്വേലി. ക്വസ്റ്റ്യൻ നമ്പർ 71. മനുഷ്യാവകാശങ്ങളുടെ സാർവദേശീയ പ്രഖ്യാപനം അംഗീകരിച്ച വർഷം ഏത്? ഓപ്ഷൻ എ 1945, ഓപ്ഷൻ ബി 1946, ഓപ്ഷൻ സി 1948, ഓപ്ഷൻ ഡി 1950. ആൻസർ ഓപ്ഷൻ സി ആണ്, 1948. മനുഷ്യാവകാശങ്ങളുടെ സർവ്വദേശീയ പ്രഖ്യാപനം അംഗീകരിച്ച വർഷം 1948. ക്വസ്റ്റ്യൻ നമ്പർ 72. മനുഷ്യാവകാശങ്ങളുടെ സർവ്വദേശീയ പ്രഖ്യാപനം അംഗീകരിച്ച സംഘടന ഏത്? ഓപ്ഷൻ എ ലീഗ് ഓഫ് നേഷൻസ്, ഓപ്ഷൻ ബി UNO, ഓപ്ഷൻ സി നാറ്റോ, ഓപ്ഷൻ ഡി സാർക്ക്. ആൻസർ ഓപ്ഷൻ ബി ആണ്, UNO. മനുഷ്യാവകാശങ്ങളുടെ സാർവ്വദേശീയ പ്രഖ്യാപനം അംഗീകരിച്ച സംഘടനയാണ് UNO, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 73. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായി നടന്ന ജൂതവംശഹത്യ അറിയപ്പെടുന്നത് എന്താണ്? ഓപ്ഷൻ ബി ഹോളോകോസ്റ്റ്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായി നടന്ന ജൂതവംശഹത്യ അറിയപ്പെടുന്ന പേരാണ് ഹോളോകോസ്റ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 74. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപം കൊണ്ട സമാധാന സംരക്ഷണത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന ആഗോള സംഘടന ഏത്? ഓപ്ഷൻ എ ലീഗ് ഓഫ് നേഷൻസ്, ഓപ്ഷൻ ബി യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ അഥവാ UNO, ഓപ്ഷൻ സി ഒപെക്, ഓപ്ഷൻ ഡി കോമൺവെൽത്ത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ, അതായത് UNO. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപം കൊണ്ട സമാധാന സംരക്ഷണത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന ആഗോള സംഘടന ഏത്? ആൻസർ ഓപ്ഷൻ ബി യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ അഥവാ UNO. ക്വസ്റ്റ്യൻ നമ്പർ 75. ലോകം 20-ാം നൂറ്റാണ്ടിൽ എന്ന പാഠത്തിലെ പ്രധാന പ്രമേയം ഏത്? ഓപ്ഷൻ എ പ്രാചീന സംസ്കാരങ്ങളുടെ ചരിത്രം, ഓപ്ഷൻ ബി ലോകയുദ്ധങ്ങൾ, ശീതയുദ്ധം, ഐക്യരാഷ്ട്രസഭ, കോളനി വിമോചനം എന്നിവയിലൂടെ 20-ാം നൂറ്റാണ്ടിലെ ലോകമാറ്റങ്ങൾ, ഓപ്ഷൻ സി ഇന്ത്യൻ നവോത്ഥാനം മാത്രം, ഓപ്ഷൻ ഡി കേരള ചരിത്രം മാത്രം. ആൻസർ ഓപ്ഷൻ ബി ആണ്, ലോകയുദ്ധങ്ങൾ, ശീതയുദ്ധം, ഐക്യരാഷ്ട്രസഭ, കോളനി വിമോചനം എന്നിവയിലൂടെ 20-ാം നൂറ്റാണ്ടിലെ ലോകമാറ്റങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 76. ഒന്നാം ലോക മഹായുദ്ധത്തിന് തൊട്ടു പിന്നാലെ രൂപീകരിക്കപ്പെട്ട അന്താരാഷ്ട്ര സംഘടന ഏത്? ഓപ്ഷൻ സി ലീഗ് ഓഫ് നേഷൻസ്. ഒന്നാം ലോക മഹായുദ്ധത്തിന് തൊട്ടു പിന്നാലെ രൂപീകരിക്കപ്പെട്ട അന്താരാഷ്ട്ര സംഘടനയാണ് ലീഗ് ഓഫ് നേഷൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 77. ലീഗ് ഓഫ് നേഷൻസിന്റെ പ്രധാന ആസ്ഥാനം എവിടെയായിരുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ്, ജനീവ. ലീഗ് ഓഫ് നേഷൻസിന്റെ പ്രധാന ആസ്ഥാനം ജനീവ. ക്വസ്റ്റ്യൻ നമ്പർ 78. ലീഗ് ഓഫ് നേഷൻസ് പരാജയപ്പെടാൻ പ്രധാന കാരണം ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ്, അമേരിക്ക അംഗമായിരുന്നില്ല. ക്വസ്റ്റ്യൻ നമ്പർ 79. രണ്ടാം ലോക മഹായുദ്ധത്തിന് തൽക്ഷണ കാരണമായ സംഭവം ഏത്? ഓപ്ഷൻ എ പേൾ ഹാർബർ ആക്രമണം, ഓപ്ഷൻ ബി ജർമ്മനി പോളണ്ട് ആക്രമിച്ചത്, ഓപ്ഷൻ സി ഹിരോഷിമ ആക്രമണം, ഓപ്ഷൻ ഡി ഇറ്റലി ഇത്യോപ്യ ആക്രമിച്ചത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ജർമ്മനി പോളണ്ട് ആക്രമിച്ചത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് തൽക്ഷണ കാരണമായ സംഭവമാണ് ജർമ്മനി പോളണ്ട് ആക്രമിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 80. രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ച വർഷം ഏത്? ഓപ്ഷൻ എ 1937, ഓപ്ഷൻ ബി 1938, ഓപ്ഷൻ സി 1939, ഓപ്ഷൻ ഡി 1940. ആൻസർ ഓപ്ഷൻ സി ആണ്, 1939. രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ച വർഷം 1939.
81ാമത്തെ ക്വസ്റ്റ്യൻ, മിന്നൽ യുദ്ധം എന്ന സൈനിക തന്ത്രം ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ ബ്രിട്ടൻ, ഓപ്ഷൻ ബി ജർമ്മനി, ഓപ്ഷൻ സി ജപ്പാൻ, ഓപ്ഷൻ ഡി ഇറ്റലി. ആൻസർ ഓപ്ഷൻ ബി ആണ് ജർമ്മനി. മിന്നൽ യുദ്ധം ഏത് സൈനിക തന്ത്രം ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടതാണ്? ജർമ്മനി. ക്വസ്റ്റ്യൻ നമ്പർ 82, ഹിരോഷിമയിൽ അണുബോംബ് വീണത് ഏത് തീയതിയിലാണ്? ഓപ്ഷൻ എ 1945 ഓഗസ്റ്റ് 6, ഓപ്ഷൻ ബി 1945 ഓഗസ്റ്റ് 9, ഓപ്ഷൻ സി 1945 സെപ്റ്റംബർ 2, ഓപ്ഷൻ ഡി 1945 ജൂലൈ 26. ആൻസർ ഓപ്ഷൻ എ ആണ് 1945 ഓഗസ്റ്റ് 6. ഹിരോഷിമയിൽ അണുബോംബ് വീണ തീയതിയാണ് 1945 ഓഗസ്റ്റ് 6. 83, നാഗസാക്കിയിൽ അണുബോംബ് വീണത് ഏത് തീയതിയിലാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ഓഗസ്റ്റ് 9. ക്വസ്റ്റ്യൻ നമ്പർ 84, ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്ന വർഷം ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ് 1945. ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്ന വർഷം 1945. ക്വസ്റ്റ്യൻ നമ്പർ 85, ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം? ആൻസർ ഓപ്ഷൻ സി ന്യൂയോർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 86, ഐക്യരാഷ്ട്രസഭയുടെ നിലവിലെ ഘടനയിൽ സ്ഥിരാംഗങ്ങളുടെ സമിതി ഏത്? ഓപ്ഷൻ എ ജനറൽ അസംബ്ലി, ഓപ്ഷൻ ബി സുരക്ഷാ സമിതി, ഓപ്ഷൻ സി സാമ്പത്തിക സാമൂഹിക സമിതി, ഓപ്ഷൻ ഡി ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. ആൻസർ ഓപ്ഷൻ ബി ആണ് സുരക്ഷാ സമിതി. ഐക്യരാഷ്ട്രസഭയുടെ നിലവിലെ ഘടനയിൽ സ്ഥിരാംഗങ്ങളുടെ സമിതിയാണ് സുരക്ഷാ സമിതി. ക്വസ്റ്റ്യൻ നമ്പർ 87, സുരക്ഷാ സമിതിയിലെ സ്ഥിരാംഗങ്ങളുടെ എണ്ണം എത്ര? ഓപ്ഷൻ എ 4, ഓപ്ഷൻ ബി 5, ഓപ്ഷൻ സി 6, ഓപ്ഷൻ ഡി 10. ഓപ്ഷൻ ബി ആണ് 5. സുരക്ഷാ സമിതിയിലെ സ്ഥിരാംഗങ്ങളുടെ എണ്ണമാണ് 5. ക്വസ്റ്റ്യൻ നമ്പർ 88, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം പ്രധാനമായും വിഭജിക്കപ്പെട്ടത് ഏത് 2 ശക്തി കേന്ദ്രങ്ങളായാണ്? ഓപ്ഷൻ എ ജർമ്മനി, ജപ്പാൻ, ഓപ്ഷൻ ബി അമേരിക്ക, സോവിയറ്റ് യൂണിയൻ, ഓപ്ഷൻ സി ഫ്രാൻസ്, ബ്രിട്ടൻ, ഓപ്ഷൻ ഡി ചൈന, ജപ്പാൻ. ആൻസർ ഓപ്ഷൻ ബി ആണ് അമേരിക്ക, സോവിയറ്റ് യൂണിയൻ. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം പ്രധാനമായും വിഭജിക്കപ്പെട്ടത് ഏത് 2 ശക്തി കേന്ദ്രങ്ങളായാണ്? അമേരിക്ക, സോവിയറ്റ് യൂണിയൻ. ക്വസ്റ്റ്യൻ നമ്പർ 89, ശീതയുദ്ധം എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ നേരിട്ടുള്ള ലോകമഹായുദ്ധം, ഓപ്ഷൻ ബി ആശയപരവും രാഷ്ട്രീയപരവുമായ ഏറ്റുമുട്ടൽ, ഓപ്ഷൻ സി സാമ്പത്തിക മാന്ദ്യം, ഓപ്ഷൻ ഡി കോളനിവൽക്കരണം. ആൻസർ ഓപ്ഷൻ ബി ആണ് ആശയപരവും രാഷ്ട്രീയപരവുമായ ഏറ്റുമുട്ടൽ. ശീതയുദ്ധം എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ആശയപരവും രാഷ്ട്രീയവുമായ ഏറ്റുമുട്ടൽ. ക്വസ്റ്റ്യൻ നമ്പർ 90, നാറ്റോ രൂപീകരിക്കപ്പെട്ട വർഷം ഏത്? ഓപ്ഷൻ സി ആണ് 1949. നാറ്റോ രൂപീകരിക്കപ്പെട്ട വർഷം 1949. ക്വസ്റ്റ്യൻ നമ്പർ 91, വാഴ്സോ പാക്ട് രൂപീകരിക്കപ്പെട്ട വർഷം ഏത്? ഓപ്ഷൻ സി 1955. വാഴ്സോ പാക്ട് രൂപീകരിക്കപ്പെട്ട വർഷം 1955. ക്വസ്റ്റ്യൻ നമ്പർ 92, ബെർലിൻ മതിൽ നിർമ്മിക്കപ്പെട്ട വർഷം ഏത്? ഓപ്ഷൻ എ 1956, ഓപ്ഷൻ ബി 1961, ഓപ്ഷൻ സി 1965, ഓപ്ഷൻ ഡി 1968. ആൻസർ ഓപ്ഷൻ ബി ആണ് 1961. ബെർലിൻ മതിൽ നിർമ്മിക്കപ്പെട്ട വർഷം 1961. ക്വസ്റ്റ്യൻ നമ്പർ 93, ബെർലിൻ മതിൽ തകർന്ന വർഷം ഏത്? ഓപ്ഷൻ എ 1985, ഓപ്ഷൻ ബി 1987, ഓപ്ഷൻ സി 1989, ഓപ്ഷൻ ഡി 1991. ആൻസർ ഓപ്ഷൻ സി ആണ് 1989. ബെർലിൻ മതിൽ തകർന്ന വർഷം 1989. ക്വസ്റ്റ്യൻ നമ്പർ 94, സോവിയറ്റ് യൂണിയൻ പിരിഞ്ഞത് ഏത് വർഷം? ഓപ്ഷൻ എ 1989, ഓപ്ഷൻ ബി 1990, ഓപ്ഷൻ സി 1991, ഓപ്ഷൻ ഡി 1992. ആൻസർ ഓപ്ഷൻ സി ആണ് 1991. ക്വസ്റ്റ്യൻ നമ്പർ 95, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം കോളനി വാഴ്ച അവസാനിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് എന്താണ്? എ സാമ്രാജ്യത്വം, ബി നിരായുധീകരണം, ഓപ്ഷൻ സി കോളനി വിമോചനം, ഡി വ്യവസായവൽക്കരണം. ആൻസർ ഓപ്ഷൻ സി ആണ് കോളനി വിമോചനം. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം കോളനി വാഴ്ച അവസാനിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് കോളനി വിമോചനം. 96, ലോക മഹായുദ്ധത്തിന് ശേഷം രൂപം കൊണ്ട 2 ധ്രുവ ലോകക്രമം എന്നത് എന്താണ്? ഓപ്ഷൻ എ ബഹുധ്രുവ ലോകം, ഓപ്ഷൻ ബി ദ്വിധ്രുവ ലോകം, ഓപ്ഷൻ സി ഏകധ്രുവ ലോകം, ഓപ്ഷൻ ഡി കോളനി ലോകം. ആൻസർ ഓപ്ഷൻ ബി ആണ് ദ്വിധ്രുവ ലോകം. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപം കൊണ്ട 2 ധ്രുവ ലോകക്രമം എന്നത് എന്താണ്? ദ്വിധ്രുവ ലോകം. ക്വസ്റ്റ്യൻ നമ്പർ 97, മനുഷ്യാവകാശങ്ങളുടെ സാർവദേശീയ പ്രഖ്യാപനം അംഗീകരിച്ച വർഷം ഏത്?
ഓപ്ഷൻ എ 1945, ഓപ്ഷൻ ബി 1946, ഓപ്ഷൻ സി 1948, ഓപ്ഷൻ ഡി 1950. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, 1948. മനുഷ്യാവകാശങ്ങളുടെ സാർവദേശീയ പ്രഖ്യാപനം അംഗീകരിച്ച വർഷം 1948. ക്വസ്റ്റ്യൻ നമ്പർ 98. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജർമ്മനി വിഭജിക്കപ്പെട്ടത് എത്ര ഭാഗങ്ങളായി? ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 4, ഓപ്ഷൻ ഡി 5. ആൻസർ ഓപ്ഷൻ സി ആണ് 4. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജർമ്മനി വിഭജിക്കപ്പെട്ടത് എത്ര ഭാഗങ്ങളായിട്ട്? 4. 99. ഐറൺ കർട്ടൻ എന്ന പ്രയോഗം പ്രസിദ്ധമാക്കിയത് ആര്? ഓപ്ഷൻ ബി വിൻസ്റ്റൺ ചർച്ചിൽ. ഐറൺ കർട്ടൻ എന്ന പ്രയോഗം പ്രസിദ്ധമാക്കിയത് വിൻസ്റ്റൺ ചർച്ചിൽ. 100ാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോക ചരിത്രത്തിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ മാറ്റമായി കണക്കാക്കപ്പെടുന്ന സംഭവം ഏത്? ഓപ്ഷൻ എ കോളനി വിമോചനം, ഓപ്ഷൻ ബി വ്യവസായ വിപ്ലവം, ഓപ്ഷൻ സി നവോത്ഥാനം, ഓപ്ഷൻ ഡി ക്രൂസേഡുകൾ. ആൻസർ ഓപ്ഷൻ എ ആണ് കോളനി വിമോചനം. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം കോളനി ചരിത്രത്തിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ മാറ്റമായി കണക്കാക്കപ്പെടുന്ന സംഭവം ഏതാണ്? കോളനി വിമോചനം. ഇതോടെ ഈ ലോകം 20ാം നൂറ്റാണ്ടിൽ എന്ന പാഠത്തിലെ PSCക്ക് വരുന്ന തരത്തിലുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് അവസാനിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ എനിക്ക് തരാനുണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അടുത്തൊരു അധ്യായവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം. അതുവരേക്കും ബൈ.